നല്ല വയറല്ലേ, ആ വയറ് കാണിക്കുന്നതിന് എന്താ വിഷയം? Hey guys, it's me Suganya. Welcome to Suicide Vlogging. അപ്പോൾ എന്തായാലും ഇൻട്രോ ഉണ്ടപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ലാഗ് ആക്കാണ്ട് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ചാനൽ പറഞ്ഞ റിയാക്ഷൻ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും റോസ്റ്റിംഗ് ചാനൽ അല്ല കേട്ടോ, റോസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്തായാലും കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. യാറാ തമ്പി നീ, എന്താ പിള്ളേരുടെ ഒക്കെ ഒരു കഴിവ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ല ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. അവിടെ പാരന്റ്സ് ആണെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്കുണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം ഒരു കഴിവും ഇല്ല, വെറുതെ സ്കൂളിൽ പോവുക, ഫുഡ് കഴിക്കുക, വരിക, വീട്ടിൽ വരിക, കിടന്നുറങ്ങുക. ഇപ്പോഴും കണ്ട അതോ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു കഴിവും ഇല്ല ഗൈസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗളം നോക്കാം. ഈ ലോകത്ത് ഒരു സത്യമുണ്ട്, ആ സത്യം ദൈവമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കമൻറ്റിൽ വിജയണ്ണനെ കണ്ടില്ല, അവർ തെറി പറഞ്ഞ് എൻ്റെ വീട്ടുകാരനെ ഒരുപാട് വേദനിപ്പിച്ചില്ല. കുറച്ച് പേരെങ്കിലും അതിന് ദൈവത്തിന് പോലെ വന്ന് ഈ തിരക്കിൻ്റെ ഇടയിലും നമിത ബൈജു അനീത്തിക്കുട്ടി വന്ന് പറഞ്ഞു. അവിടെ അനീത്തിക്കുട്ടി അവിടെ ഉണ്ടായതാണ്. അനീത്തിക്കുട്ടി ഒരുപാട് സന്തോഷം. ആരിനെയും വേദനിപ്പിക്കരുത്, ഉണ്ണിക്കണ്ണൻ നുണ പറയില്ല. ഇപ്പൊ ഇത്രയും തിരക്ക് പുള്ളിക്കാരൊരു പാവമുണ്ട് ഗൈസ്. പുള്ളിക്ക് നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സാണ്. ഈ പുള്ളിനെ ട്രോൾ ചെയ്യുന്നവരും കുറ്റം പറയുന്നവരൊക്കെ പുള്ളിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു സമയം വരും. അതായത് ഇൻസ്റ്റയില് വിജയും ഉണ്ണിക്കണ്ണനും കൂടിയിട്ടുള്ള ഫോട്ടോ വരുന്ന ദിവസം വരും. ഇൻസ്റ്റ വരിക്കുന്നത് ഇവരുടെ ഇടയിൽ കൂടി ഫോട്ടോ വരിക്കും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ആ ഒരു സമയം വരുമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി ഇതിനെ കുറിച്ചിട്ട് ബാക്കി സംസാരിക്കാം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടെന്നല്ല പറയാ. സമയം വരട്ടെ. എള്ളോളം നുള്ളിയെടുത്തോട്ടെ, മാറോളം മുന്നിൽ വന്നോട്ടെ. ഈ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ചെയ്യും. ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്യും. എല്ലാവരും ഒന്ന് പ്രൊഫൈൽ ഒന്ന് നോക്കി നോക്കാം. നല്ല വയറല്ലേ, ആ വയറ് കാണിക്കുന്നതിന് എന്താ വിഷയം? എനിക്ക് ആ വയറ് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എന്റെ വയറ് ഇഷ്ടമാണ്. കാരണം ഞാൻ തുറന്നു പറയണം, എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാലോ. ഞാൻ ആഫ്റ്റർ ഡെലിവറി എന്റെ വയറ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാരണം എന്റെ വയറ് ചാടിയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ചാടി ഇതിരിക്കുന്നതാണെങ്കിൽ ഞാനത് ഇടത്തില്ല, എനിക്കത് ഇണങ്ങത്തില്ല. വ്യത്യാസം മനസ്സിലാവും. ഞാൻ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് സാരി ഉടുക്കുമല്ലോ, പിന്നെ സാരി ഉടുക്കുമ്പോൾ വയറ് കാണത്തില്ലേ? വയറ് കാണുന്ന ഇത്ര വലിയ സംഭവമാണോ? വയറ് കാണാൻ ചടങ്ങ് വരെയില്ലേ? നെഗറ്റീവ് പറയുന്നതുകൊണ്ടൊന്നും എനിക്ക് യാതൊരുവിധ എന്താ പറയാ മൈൻഡ് പോലും ഞാൻ ചെയ്യത്തില്ല. ഇനിയും കാണിക്കണോ? ഇനിയും ഞാൻ കാണിക്കും ഫോട്ടോഷൂട്ടില്. അതാണ്. ഓക്കെ, നെക്സ്റ്റ്. എന്താ കൊമ്പ പുതിയ സ്റ്റൈലാണ്, നമുക്ക് നോക്കട്ടെ ഗൈസ്. ഇത് ഏത് യൂണിവേഴ്സ്? ഞാൻ 2015 ഇപ്പൊ ജീവിക്കുന്നത്. പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപറഞ്ഞു വെച്ച് കാക്ക ഷോക്ക് അടിച്ചിട്ട് നിലത്ത് വീണിട്ട് കിടക്കില്ലേ, ഇത് ചമ്മന്തിയായിട്ട് കിടക്കില്ലേ, ആ ഒരു ഇതുപോലെ ഉണ്ട്. പെട്ടെന്ന് ആരെയും കണ്ടത് അതന്നെ വിചാരിക്കുള്ളൂ. എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. കൊള്ളാം. என்னடா பண்ணி வச்சிருக்க? നെക്സ്റ്റ്. എന്റെ ആരാധകർക്ക് വേണ്ടി നമ്മുടെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എമ്പുരാനിലെ സോങ് ആണ് ഞാൻ പാടാൻ പോകുന്നത്. പാടരുത് പ്ലീസ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്തോ അത് എന്ത് എക്സ്പ്രഷൻ അത്? ആരും കണ്ണുവെക്കൽ. ഈ മലമട്ടനെയൊക്കെ എന്താ ചെയ്യണ്ട്? മട്ട ത്രികോണം
നല്ലൊരു പാട്ടായിരുന്നു. നല്ല പാട്ടിനെ കൊളവാക്കി കളയാൻ വേണ്ടി ഇങ്ങനെ കൊറേ. നെക്സ്റ്റ് ഹലോ ഫ്രണ്ട്സ്, അടുത്ത ശിവമയം വീഡിയോ ആണ്. അത് നമ്മുടെ ശിവമയത്തെ ട്രോളി ഇറക്കണത്. കൊള്ളാലോ, കൊച്ചു കൊള്ളാട്ടോ. ചെയ്യാൻ പോണത് ശിവമയം എന്ന് പറയുമ്പം ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആളാണ്, ഭയങ്കര ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ പോപ്പുലറിൽ ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവമാണ് ശിവ. അവനെക്കാട്ട് നന്നാ ഡീക്കു ചെയ്യണ്ടല്ലോ ശിവൻ എന്ന് പറയുന്ന ആള്. പക്ഷെ പുള്ളിക്കാരൻ ശിവൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ആളാണ്, പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പവർഫുള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ ദേഷ്യമൊക്കെ ഭദ്രാളിൻ്റെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ദേഷ്യമൊക്കെ അവിടെ കുറയാണ്. ഭദ്രാളിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് പെർഫെക്ഷൻ, എല്ലാ ആക്ഷൻസും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് നല്ല ഭാവിയുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതെ കമന്ന് കിടന്നു കൊടുക്കും. അതാണ് ശിവന്റെ മെത്തേഡ്. അതിന്റെ മെത്തേഡ് എന്തിനാണ് അതിന്റെ ഒരു കഥയുണ്ട്. അതിനെ പറ്റിയൊക്കെ അറിയണം. എന്നിട്ടാണ് അടുത്ത ഒരു വീഡിയോയിലത്തൊക്കെ വരാൻ. നോക്കട്ടെ, അടുത്ത വീഡിയോയിലത്തൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ശിവമയം കുട്ടി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോവാ. കല്യാണത്തിന്റെ എന്തോ പണി കൊടുക്കുകയാണെന്ന് തോന്നുന്നു. അത് കൊള്ളാട്ടെ, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് അതുപോലെ ഫ്രണ്ട്സും കസിൻസ് ഒക്കെ ഉണ്ട് പറഞ്ഞ വെച്ചാൽ കല്യാണം നല്ല കളറായിട്ടുണ്ടായിരുന്നു, നല്ല വൈബ് ആക്കായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഇത് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. മലയാളിയാണ് കേട്ടോ ഗൈസ്, മലയാളിയാണ്. ആ ഡേ വിളിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് മലയാളിയാണ്. അത് ശരിക്കും കൊണ്ടു, അത് നന്നായിട്ട് കൊണ്ടുണ്ട്, ശരിക്കും കൊണ്ട്. അത് ഒറിജിനൽ നമ്മുടെ പോരാളി കൊടുത്തൊരു അടിയാണ്. കൊച്ചമ്മക്ക് പാട്ട് പാടിക്കൊടുക്കുക തോന്നുന്നു. നമ്മള് പറ്റിയ പാട്ടില്ലേ, സിന്ദൂര പൊട്ട് തൊടുമ്പോൾ, ആ പാട്ടാ തോന്നുന്നു. അമ്മ പാട്ടിന്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഞെട്ടിപ്പോയി. കൊള്ളാൻ മോളെ, നിന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. യു ട്രൈ, യു ക്യാൻ. ഓക്കെ, നെക്സ്റ്റ് ചെയ്ത് കേട്ടു. സത്യം കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാം നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഈ +2, +1, +2 സ്കൂൾ കൂട്ടി നേരെ പോയത് പിള്ളേർ കല്യാണം കഴിക്കാനേ പോയി തോന്നുന്നു. അങ്ങനത്തെ ഓരോരോ വീഡിയോസ് ആണ്. എന്നിട്ട് കാര്യം ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. പക്ഷേ നമുക്കിത് കാണുമ്പോൾ നമ്മളെപ്പോലുള്ള സിംഗിൾ ആയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യും ഗൈസ്, എന്ത് ചെയ്യും? കരയല്ലേ, വേറെ വഴിയില്ല. നീയൊക്കെ അവിടെ ഇരുന്നോ, നിനക്കൊന്നും പെണ്ണും കിട്ടില്ല ചെക്കനും കിട്ടില്ല, അങ്ങനെ അവിടെ ഇരുന്നോ. ഞാനും മുതലുണ്ട് തോന്നുന്നു. എന്റെ ഓണറാണ് തോന്നുന്നു. എന്നെ രക്ഷപ്പെടുത്താനും പറ്റില്ല, നമുക്ക് ഇറങ്ങാനും പറ്റില്ല. നമ്മൾ ഇറങ്ങിച്ച് നമ്മളെ മുതൽ പിടിക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു
സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കണമെന്ന് തോന്നുന്നു. പാവം. വിഷുവിന്റെ സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇനിയുള്ള ഓരോ വിഷുവിനും ഇൻസ്റ്റാഗ്രാം ഭരിക്കാൻ പോണ വീഡിയോ ആണ്, നമുക്ക് നോക്കാം. മുക്കോടി ദേവകൾക്കെന്നും തപ്പനെന്നും ഈശ്വരനല്ലേ, ഇടരിൽ തോഴനായി വന്നുദിച്ചില്ലേ അലാടിനാഥന്റെ ശ്രമങ്ങളേ, പാർവതിക്ക് പ്രാണനായുള്ള ചില്ലറയ്ക്കൊന്നുമല്ല, അവനത് കിട്ടണം, അവനത് വേണം. ഈ എന്തായാലും ഇൻസ്റ്റാഗ്രാമില് വിഷുവിന്റെ സമയത്ത് ഭരിക്കാൻ പോണ വീഡിയോ അതായിരിക്കും. ओके नेक्स्ट भाई ओपनर है क्या तुम्हारे पास? टेक्नोलॉजी थैंक यू भाई. ബോഡി ഷേവിങ് ചെയ്യുന്ന പട്ടികളെ നിന്റെ വല്ല എങ്ങനെയാണ്? ആ സോഡ തുറക്കുന്ന പയ്യന്റെയും അങ്ങനെ തന്നെയാണ്. ബോഡി ഷേവിങ് ചെയ്യുന്നു പട്ടികളെ, ബ്ലഡി ഫുൾസ്. ഇത് നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ ഇതിനോട് യോജിക്കുന്നില്ല ഗൈസ്. അലിൻ ജോസ് പെരേരയല്ലേ, ഫൈറ്റ് ആണ് തോന്നുന്നു, നോക്കാം. എന്താ ഈ മൂന്നും കൂടെ കാണിക്കണത്? പിച്ച് മറിഞ്ഞ് അടികൂടെയാണ്. അതിനൊരു നാക്ക് നീട്ടുന്നു കണ്ടോ? ഞാൻ എത്തേതുകൊണ്ട് നാക്ക് നീട്ടിട്ട് കിടക്കുന്നത്. അവൻ കോമാളിയായിരുന്നു, അവനും അറിയാം, അവന്റെ കൂടുതലാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് പിന്നെ അവൻ കാണിച്ചോണ്ടിരിക്കുക എന്റെ മട്ടകളാണ്. അപ്പൊ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഹേർട്ട് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇത് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുവരിക്കും. ബൈ ഗൈസ്.